നമ്മുടെ പൈമ്പ്ര കുന്നമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ സ്വാഗതഗാന സംഘം നമ്മോടൊപ്പം ഉണ്ട്. സതീഷ് മാഷും സംഘം. മാഷേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞങ്ങൾ ഒരു 2 ആഴ്ചത്തോളമായി ഈ ഒരു സ്വാഗതഗാനവുമായിട്ട് പിന്നെ ഇതിൻ്റെ റിഹേഴ്സലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നമ്മളുടെ മലയമ്മ ഹൈസ്കൂളിലെ റസാഖ് മാഷാണ്. ഇതിന് സംഗീതം പകർന്നിരിക്കുന്നത് കൂടത്തായി സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ സുമേഷ് സാറാണ്. സാറിപ്പോൾ ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സുമേഷ് സാറ്. അല്ല, ഒറ്റ നേരത്തെ നിങ്ങൾ മേളകളിൽ ഇതേപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്? ഞങ്ങൾ കുറേ വർഷമായി. പോൾ സാർ വന്നതിന് ശേഷം, AU വന്നതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ സ്വാഗതഗാനം ആലപിക്കാറുണ്ട്. അപ്പോൾ പോൾ സാർ പോയതിന് ശേഷം ഈ വർഷവും വേണമെന്നുള്ള അഭിപ്രായം എല്ലാവരും ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും ഞങ്ങൾ പുതിയൊരു ഗാനം രചിച്ച് ചിട്ടപ്പെടുത്തി. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് കുന്നമംഗലം സബ് ജില്ലയ്ക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ സംഗീതം ചെയ്യുന്നത്. ഇവിടുത്തെ മാഷ് തന്നെയാണ് എഴുതിയത്, ഞാൻ കമ്പോസ് ചെയ്തു, അധ്യാപകർ പാടി, വളരെ നന്നായി പാടി. MP ഇപ്പോൾ ഞങ്ങളെ അഭിനന്ദിച്ചു, രാഘവൻ സാർ. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. റസാഖ് മാഷേ, പറഞ്ഞോളൂ. പിന്നെ കലോത്സവത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ സ്വാഗതം ആലപിച്ചിരുന്നു. ആ ടീം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം AO ഉണ്ടായിരുന്നു പോൾ സാർ. ഈ പ്രാവശ്യം പുതിയ AO സാറാണ് വന്നത്. അപ്പോൾ പുതിയൊരു പാട്ട് വേണമെന്ന അഭിപ്രായം വന്നപ്പോൾ പൊതുവേ എല്ലാവരും ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ പുതിയൊരു പാട്ട് ഞങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ പിന്നെ സംഗീതം ചെയ്യാൻ സാറിനെ കിട്ടിയപ്പോൾ വളരെ ഗംഭീരമായിട്ടുണ്ട്. ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. ഓക്കെ, സന്തോഷമുണ്ട് എല്ലാവർക്കും. പ്രത്യേകം നന്ദി അറിയിക്കാം. താങ്ക് യു. നമ്മുടെ സബ് ജില്ലാ മേള ഗംഭീരമായി പോവുകയാണ്. നമ്മുടെ ടീച്ചറെ നമ്മുടെ കുന്നമംഗലം ഉപജില്ലയുടെ കലോത്സവം വളരെ ഗംഭീരമായി, ഒരു പരാതിക്കും ഇട കൊടുക്കാതെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഇവിടെ വളരെ സജീവമാണ്. നമ്മുടെ യൂസഫ് മാഷ് നമ്മോടൊപ്പം ഉണ്ട്, HM ഫോറം കൺവീനർ, മേളയുടെ കോർഡിനേറ്റർ. കുന്നമംഗലം ഉപജില്ല സ്കൂൾ കലോത്സവം 11, 12, 13 ഇന്ന് അവസാനത്തെ ദിനമാണ്. ഈ സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. 13 കമ്മിറ്റികളിൽ ഏറ്റവും സുത്യർഹമായിട്ടുള്ള സേവനം വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നിർവഹിച്ച എടുത്തു പറയേണ്ട ഒരു കമ്മിറ്റിയാണ് ലോ ആൻഡ് ഓർഡർ. എല്ലാ സ്ഥലങ്ങളിലും യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളുമില്ലാതെ വളരെ രമ്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് സുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ച ഒരു കമ്മിറ്റിയാണ് ലോ ആൻഡ് ഓർഡർ. അവരെ ഈ അവസരത്തിൽ HM ഫോറത്തിൻ്റെ പ്രതിനിധി നിലക്ക് വളരെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും കൂടി ചെയ്യുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ് കമ്മിറ്റികളുടെയും ഏകോപനത്തിൻ്റെ ഫലമാണ് ഈ മേള ഇത്രയും വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ ഗംഭീരമായിട്ട് പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത്. ഇത് വളരെ സന്തോഷപൂർവമാണ് നമ്മൾ ഈ സമയത്തുള്ളത്. എല്ലാ വേദികളിലും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്, സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വൈകിട്ട് 5 മണിയോട് കൂടിയിട്ട് നമ്മുടെ സമാപന സമ്മേളനത്തോടു കൂടി ട്രോഫി വിതരണത്തോട് കൂടിയിട്ട് നമ്മുടെ മേളക്ക് സമാപ്തി കുറിക്കുകയാണ്. വളരെയധികം സന്തോഷം എന്നറിയിച്ചു. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജമാൽ മാഷുണ്ട്. കുന്നമംഗലം സബ് ജില്ലയുടെ ഈ വർഷത്തെ മേള വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇന്നലെ കാലാവസ്ഥ അല്പം മോശമായിരുന്നതിനാലും എന്നിട്ട് പോലും പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടായിട്ടില്ല. ഇന്ന് കൃത്യമായ സമയത്ത് ആരംഭിക്കുകയും 5 മണിക്ക് സമാപനത്തിനോടുകൂടി സമാപിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ രീതിയിലും വളരെ നല്ല പ്രോഗ്രാമാണ് നടക്കുന്നത്. താങ്ക് യു. പറഞ്ഞോളൂ. മേള ഇതിന് തൊട്ട് കുറെ വർഷം മുമ്പ് നടത്തിയ അന്നും വളരെ സജീവമായിരുന്നു. ഈ പ്രാവശ്യം അതേ രീതിയിൽ തന്നെയുള്ള സജീവമാണുള്ളത്. ഇനി ഏത് വർഷം നടത്തിയാലും പിന്നെ ഈ പൈമ്പറ വെച്ച് നടത്തുകയാണെങ്കിൽ അതിന് പൈമ്പറക്ക് ഒരു പ്രത്യേകത. കാരണം നാട്ടുകാർ രാഷ്ട്രീയം മറന്നുകൊണ്ട് വളരെ സജീവം. ഈ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളൊക്കെ ലീവ് എടുത്തിട്ട് ഈ പരിപാടി 3 ദിവസം സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്നും ജോലിയില്ലാത്ത ആളാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾക്കും പരിപാടികളൊക്കെ ഉള്ള ആളാണ്. എങ്കിലും അതിന് ഇവിടെ വളരെ സജീവമായിട്ട് ബാക്കിയുള്ള മാഷന്മാരായാലും പിന്നെ കുട്ടികളായാലും പുറത്തുള്ള നാട്ടുകാരായാലും രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബുകളും എല്ലാ ആളുകളും വളരെ സജീവമാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കമ്മിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം സഹായിക്കേണ്ടത്.
നമ്മുടെ KSTA ഭക്ഷണ കമ്മിറ്റി വളരെ ഗംഭീരമായി മുമ്പോട്ട് പോവുകയാണ്. കൺവീനർ ചെയർമാൻ നമ്മളൊപ്പം ഉണ്ട്. ഇപ്പോൾ നമ്മളെ കുന്നമംഗലം സബ് ജില്ലാ കലോത്സവം 11, 12, 13 തീയതികളിൽ പൈമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് KSTA-യും അതുപോലെ തന്നെ PTA-യുമാണ്. വളരെ ഭംഗിയായി മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ദിവസവും ഏതാണ്ട് 3 ദിവസം കൊണ്ട് ഏതാണ്ട് 15,000-ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലെ കുടുംബശ്രീ, ADS, EDS, അതുപോലെ ഹരിതകർമ്മസേന, MPTA തുടങ്ങി വിവിധ മേഖലയിലുള്ള ആളുകളുടെ സഹായം ഈ ഫുഡ് കമ്മിറ്റി കിട്ടിയിട്ടുണ്ട്. അധ്യാപകര്, ടീച്ചേഴ്സ്, വിവിധ സ്കൂളുകളിലെ ടീച്ചേഴ്സ് എല്ലാവരും വലിയ സഹായമാണ് ചെയ്തത്. അതുപോലെ ജനപ്രതിനിധികൾ, അവരുടെയൊക്കെ സഹായം മികച്ചതാണ്. ഏറ്റവും നല്ല അഭിപ്രായം ഈ ഫുഡ് കമ്മിറ്റിക്ക് പല ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഏതായാലും ഇതിനെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. കുന്നമംഗലം ഉപജില്ലയുടെ സ്കൂൾ കലോത്സവമാണ് ഇവിടെ 3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം KSTA-യും അതുപോലെ PTA, പൗരപ്രമുഖരായിട്ടുള്ള നിരവധി പേരുടെയും കുടുംബശ്രീയുടെയും ഒക്കെ തന്നെ സഹായത്താലാണ് ഈ ഒരു ഉച്ചഭക്ഷണം 3 ദിവസങ്ങളിലായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലത്തെ പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്കുള്ള ഭക്ഷണവും രാത്രിയിലും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെ കമ്മിറ്റിയുള്ള അംഗങ്ങളും ഇതിനോടകം സഹായിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. ഇവിടെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കലാമേള. ഈ കലാമേളയിൽ നന്ദി എന്നത് 2 വാക്കിലൊരുക്കാൻ യാതൊരു വിധത്തിനും സാധിക്കില്ല എന്ന് ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. 1.5 മാസം മുമ്പ് ഒരു സാഹചര്യം ഇവിടെ നടത്തുന്ന മേള ഒരു വൻ വിജയമാകുമെന്നുള്ളത്. ഇപ്പോഴും നാട്ടുപുറത്തിന്റെ എല്ലാ നന്മകളും നിറഞ്ഞേക്കുന്ന കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മറ്റ് പഞ്ചായത്തുകളിൽ എത്തിച്ചേർന്നവർക്ക്